ഹലോ ഗായ്സ്, കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് യൂട്യൂബിലേക്ക് ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മളെ ഫസ്റ്റ് വ്ളോഗ് ആട്ടോ 2026. അപ്പൊ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിച്ചിരിക്കും. അപ്പൊ എന്റെ കൂടെ നമ്മളെ അനീസ് വ്ളോഗർ ഉണ്ട്, അതേപോലെ തന്നെ ഷബീർ ഉണ്ട്. അപ്പൊ എല്ലാവരും വളർന്നിരുന്ന മൈ മിസ്റ്റേക്ക്. അപ്പൊ നമ്മളിത് നോമ്പ് തുറക്കാൻ പോകുന്നത് മനാബിലാണ്. അപ്പൊ നല്ല കിടിലം പോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചാല് നമ്മളിതാ ഹൈവേ കൂടിയാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി വന്നുകൊണ്ടിരുന്നത് റഫൈ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഹൈവേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈവേ നല്ല റഷാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത് ഇന്ന് ഫ്രൈഡേ ആണ്, അതേപോലെ തന്നെ ഈവനിങ് ടൈമാണ്. നല്ല റഷ് ഉണ്ടാവും. അപ്പോൾ നോമ്പ് തുറക്കാൻ പോകുന്നവരെല്ലാം മാക്സിമം എന്താക്കുക, കുറച്ച് നേരത്തെ കാലത്തേലും പോകാൻ നോക്കുക. ഞങ്ങൾ ചില സാങ്കേതിക കാരണത്താൽ ഞങ്ങൾ ലേറ്റ് ആയി പോയി. യെസ്, ഒന്നും ചെയ്യാനാവില്ല. ഷബീറിനെ കൊണ്ട് അതെ. അപ്പോൾ ഇതാ ഈ കുറേ മൺകൂമ്പാരങ്ങൾ കാണുന്നുണ്ട്. ആക്ച്വലി ഇത് എന്തെന്നാണെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇത് മണല് അല്ല, ഇത് പണ്ട് കാലത്ത് മഞ്ഞ് വീണിട്ട് മഞ്ഞൊരുക്കി മണ്ണായി പോയ ഭാഗമാണ്. ഇതാ അതൊന്നല്ല, ഇത് ബിൽഡിംഗ് എടുക്കാൻ മണ്ണിട്ടതാ. അല്ലല്ല, ഇത് മഞ്ഞൊരുക്കിട്ട് മണ്ണായതാ. ഉൽക്കയാണ് ശരിക്കും. മഞ്ഞൊരുക്കിട്ട് മണ്ണല്ലല്ലോ രാവിലെ. ഉൽക്കയാണ് ഉൽക്ക. മണ്ടത്തരം കുറെ ഉണ്ടാവും, കാര്യാക്കണ്ട. അതൊരു ബുദ്ധിയില്ലാത്തോണ്ട് അന്ന് വിഷയല്ല. ഷബീറിന് ഭയങ്കര ബുദ്ധി, ഒരു പാട്ട് പാടുന്നത്. മണ്ടത്തരാന്ന് പറയുന്നവരാണ് വിശ്വസിക്കുന്നവരെ പൊട്ടം. തവള കണ്ണുപോലെ ഉണ്ടല്ലോ, കണ്ണു കെട്ടിച്ചാലും കൂടി. ഏത് പാട്ട് വേണ്ടി? നല്ലൊരു ലൈലാന്റെ പാദം. ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും നോമ്പ് തുറക്കാൻ പോകുന്ന കൊതിച്ചതുപോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ, ലൈലയെ തേടുന്ന കൈസ് പോലെ. അപ്പം നമ്മൾ ബഹ്റൈന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബഹ്റൈന്റെ ക്യാപിറ്റൽ സിറ്റി മനാവ് കേട്ടോ. അത്യാവശ്യം നല്ല ബിൽഡിങ്ങുകൾ, എന്താ പറയാ, ബിൽഡിംഗ് അതിമനോഹരമായ. ഗൂഗിളിൽ ബഹ്റൈൻ അടിച്ചാൽ കാണാൻ പറ്റുന്ന ബിൽഡിങ്സ് ഇതൊക്കെ തന്നെ. അതൊക്കെ ഒറ്റ കുടക്കീഴിൽ നമുക്ക് കാണാം. ഇതാണ് ദുബായി പോയിട്ട് ആടെയും ഇവിടെയും കുറെ നടന്നിട്ട് കാര്യമില്ല. ബഹ്റൈനില് ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു കേട്ടോ. നടന്ന് എല്ലാ ബിൽഡിങ്സും ഇവിടെ നമ്മളെ കൈക്കുമ്പിളിൽ തന്നെ ഉണ്ട്. അനീസ്, വെടിക്കെട്ടിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? പീരങ്കി പൊട്ടിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മുമ്പിലുള്ളവരുടെ ആ വിറയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പണ്ട് കാലത്തുള്ള സാധനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്.